പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. പ്യാരെ ബച്ചോ, ആദാബ്. ഞാൻ മുജീബ് കെ, കാവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉറുദു അധ്യാപകനായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ജമാലുദ്ദീൻ. ഞാൻ GVHSS നെല്ലിക്കുത്ത് ഹൈസ്കൂളിൽ ഉറുദു അധ്യാപകനായി ജോലി ചെയ്യുന്നു. SSLC ഉറുദു റിവിഷൻ ക്ലാസ് में सबका इस्तिकबाल करते हैं. എല്ലാവർക്കും SSLC ഉറുദു ചർച്ചാ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ബെൽ ക്ലാസ് കേട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണല്ലോ. നിലവിലുള്ള പാഠഭാഗങ്ങൾ, അതിൽ നിന്നും ചില ഭാഗങ്ങൾ ഫോക്കസ് ഏരിയയായി നിർണയിച്ചിട്ടുണ്ട്. നമ്മുടെ പാഠഭാഗത്തിൽ ആദ്യത്തെ 3 യൂണിറ്റിൽ നിന്നുള്ള മൊഡ്യൂളുകളാണ് ഫോക്കസ് ഏരിയയിൽ ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ ദിൽ സേ ദിൽ മിലായെ എന്ന യൂണിറ്റിൽ മാനവികതയുമായി ബന്ധപ്പെട്ട 4 മൊഡ്യൂളുകളാണുള്ളത്. ഇതിൽ ആദ്യത്തെ നസീർ അക്ബറാബാദിയുടെ സത്താത്തി ഹെ മുഫ്ലിസി എന്ന കവിതയാണ്. सताती है मुफलिसी नज़म का शायर नज़ीर अकबराबादी है. इस नज़म का मौजू गरीबी या मुफलिसी है. सताती है मुफलिसी नज़म में गरीबी के बारे में बहुत खूब बयान करते हैं. समाज में बहुत मुफलिस और गरीब लोग हैं. खाना, कपड़ा, घर इंसान की बुनियादी ज़रूरतें हैं. ये हर इंसान का हक है. गरीबों की मदद करना हमारा फ़र्ज़ है. समाज से मुफलिसी और गरीबी दूर करना हर इंसान का फ़र्ज़ है. ഈ കവിതയിൽ ദാരിദ്ര്യത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും കവി വിശദീകരിക്കുന്നുണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ ഓരോ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. സമൂഹത്തിൽ നമുക്ക് ചുറ്റും നിരവധി ദരിദ്രരായ ജനങ്ങളുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്, ബാധ്യതയാണ്. സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. ഈ പാഠത്തിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് കേൾക്കാം. सताती है मुफलिसी नज़म का शायर कौन है? സത്താത്തി ഹെ മുഫ്ലിസി എന്ന കവിതയുടെ കവിയെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സത്താത്തി ഹെ മുഫ്ലിസി നസം കാ ഷായർ നസീർ അക്ബറാബാദി ഹെ. അതുപോലെ തന്നെ ഈ കവിതയുടെ വിഷയം എന്താണ് എന്നുള്ള ഒരു ചോദ്യവും നമുക്ക് ഉണ്ടാവാം, അല്ലെ സർ? യെസ്. സത്താത്തി ഹെ മുഫ്ലിസി നസം കാ മൗസൂ ക്യാ ഹെ? सताती है मुफलिसी नज़म का मौजू गरीबी या मुफलिसी है. അതുപോലെ തന്നെ ഏതെങ്കിലും 2 ഈരടികളുടെ ആശയം എഴുതാനുള്ള ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. കവിതയുടെ ആശയം എഴുതുന്ന സമയത്ത് കവിയുടെ പേര്, കവിതയുടെ പേരും നമുക്ക് സൂചിപ്പിക്കാം. തുടർന്ന് നൽകിയിട്ടുള്ള ഈരടികളുടെ ഗദ്യരൂപം വിവരിച്ച് കവിതയുടെ ആശയം എഴുതാം. നമുക്കതിൻ്റെ ഒരു ഉദാഹരണം കേൾക്കാം. ഒരു ചോദ്യം ഈ രീതിയിൽ ഉണ്ടാവും. അഷാർ गौर से पढ़िए और सवालों के जवाब लिखिए. जब आदमी के हाल पर आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी. प्यासा तमाम रोज बिठाती है मुफलिसी, भूखा तमाम रात सुलाती है मुफलिसी. അതിൽ ഒരു ചോദ്യം, മുഫ്ലിസി के बारे में लिखा हुआ ഉൻ അഷ്ആർ കാ ഷായർ കോൻ ഹെ? ദാരിദ്ര്യത്തെക്കുറിച്ച് രചിക്കപ്പെട്ട ഈ വരികളുടെ കവി ആരാണ്? രണ്ടാമത്തത്, അഷാർ കാ മഫ്ഹൂം അപ്നെ അൽഫാസ് മേ ലിഖിയേ. വരികളുടെ ആശയം തയ്യാറാക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക്
ചോദ്യങ്ങൾ ക്ലസ്റ്റർ ചെയ്ത് എ ബി എന്ന രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. എ ചോദ്യം മുഫ്ലിസി കെ ബാരെ മേ ലിഖാ ഹുവ ഇൻ അഷ്ആർ കാ ഷായർ കോൻ ഹെ എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ഇൻ അഷ്ആർ കാ ഷായർ നസീർ അക്ബറാബാദി ഹെ. ബി നമുക്ക് മഫ്ഹൂം എഴുതാനുള്ളതാണ്. ये अशार नज़म सताती है मुफलिसी से लिए हैं. इसका शायर नज़ीर अकबराबादी है. इसमें नज़ीर अकबराबादी मुफलिसी और गरीबी के बारे में बयान करते हैं. इंसान की ज़िंदगी में गरीबी या मुफलिसी आई तो उसे कई तरह सताती है. शायर कहते हैं, आदमी को मुफलिसी आई तो दिन रात प्यासा और भूखा रहना पड़ता है. ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാധ്യത, समाज में बहुत गरीब और मुफलिस लोग हैं. गरीबों की मदद के लिए हम क्या कर सकते हैं? अपने ഖയാലാത്ത് ലിഖിയേ. ആശയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ദരിദ്രരായ ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് സഹായം എത്തരത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കും? നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇഷാറോം കി മദദ് സെ നസീർ അക്ബറാബാദി കെ ബാരെ മേ എക് സിവാനെ ഹി നോട്ട് തയ്യാർ കീജിയെ. നമുക്കറിയാം, ഈ കവിതയുടെ കവി, ഈ കവിത രചിച്ചത് നസീർ അക്ബറാബാദിയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള സൂചനകൾ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സൂചനകളൊന്ന് നോക്കാം. സൂചനകൾ: നസീർ അക്ബറാബാദി, അസ്ലി നാം വലി മുഹമ്മദ്, ഷഹറത്ത് ഖവാമി ഷായർ, पैदाइश 1740 ईस्वी को दिल्ली में, मशहूर नज़में बरसात, होली, दीवाली, रोटीनामा, इंतकाल 1830 ईस्वी को आगरा में. കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാവുന്ന ഒരു ചോദ്യമാണ് ഇത്, അല്ലേ സർ? കാരണം ഇത് നമുക്ക് വാചകമാക്കി എഴുതിയാൽ മതി. സൂചനകൾ ഉപയോഗിച്ച് വാചകങ്ങളാക്കി എഴുതുന്നത് വളരെ എളുപ്പമുള്ളതാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കവിയെക്കുറിച്ചോ കഥാകൃത്തിനെക്കുറിച്ചോ പ്രൊഫൈൽ തയ്യാറാക്കാനുള്ള ചോദ്യം നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് കേൾക്കാം. നസീർ അക്ബറാബാദി उर्दू के मशहूर शायर हैं. उनका असली नाम वली मोहम्मद है. वो एक अवामी शायर की हैसियत से मशहूर है. उनकी पैदाइश 1740 ईस्वी को दिल्ली में हुई. बरसात, होली, दिवाली, रोटीनामा वगैरह उनकी मशहूर नज़में हैं. नज़ीर अकबराबादी 1830 ईस्वी को आगरा में इंतकाल हुआ. അടുത്തത് നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കാം. രണ്ടാമത്തെ മൊഡ്യൂള് മെഹനത്ത് രംഗ് ലായി. ഒരു ആബീത്തിയാണ്. വളരെയധികം പ്രയാസത്തിൽ ജീവിച്ച് കടകളിലും മറ്റും ക്ലീനിംഗ് ജോലി ചെയ്ത് തൻ്റെ മകനെ പഠിപ്പിച്ച് IAS ആക്കിയ ലക്ഷ്മിയുടെ ആത്മകഥയാണിത്. ലക്ഷ്മിയുടെ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ വളരെ ഹൃദ്യമായി അവർ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. साजन IAS पास होकर जिले कलेक्टर बन गया है. अगर आपको उनसे मिलने का मौका मिला तो क्या क्या सवाल करेंगे? 4 सवालात तैयार कीजिए. IAS നേടി കലക്ടറായ സാജനുമായുള്ള അഭിമുഖത്തിനുള്ള ചോദ്യാവലി തയ്യാറാക്കുകയാണ് വേണ്ടത്. ചോദ്യങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് കേൾക്കാം. आप किस जिले का कलेक्टर है? आपकी कामयाबियों के पीछे कौन है? आपका IAS का इम्तिहान कैसा था? आप हम बच्चों से क्या कहना चाहते हैं? ഈ പാഠഭാഗത്തിൽ ലക്ഷ്മി തന്റെ ജീവിതാനുഭവം വിവരിക്കുകയാണ്.
നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ സംഭവമോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വിവരിക്കാനുള്ളത് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഒരു ആബീത്തി, ലക്ഷ്മിയുടെ ആബീത്തി ഏത് രീതിയിലാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. സർ, ഇവിടെ നമുക്ക് കുട്ടികൾ അവരുടെ ജീവിതാനുഭവമായിരിക്കും എഴുതേണ്ടി വരിക. അതെ അതെ അതെ. मेरा नाम लक्ष्मी है, मेरे 2 बच्चे हैं, बड़ा लड़का साजन है, छोटी लड़की मालदी है, वो स्कूल में पढ़ते हैं. मेरे शौहर 7 साल पहले इंतकाल हो गए. हम गांव में खेत के किनारे एक झोंपड़ी में रहा करते थे. जिंदगी गुजारने के लिए मेहनत मजदूरी करनी पड़ी. मैं दुकानों की सफाई भी करती हूँ. നമുക്ക് ഈ പാഠത്തിൽ നിന്നും വരുന്ന മറ്റൊരു ചോദ്യമാണ് പോസ്റ്റർ ഓർ സെ പഠിയെ സവാലോം കൈ ജവാബ് ലിഖിയെ. പോസ്റ്റർ വായിച്ച് ചോദ്യങ്ങളുടെ ഉത്തരമെഴുതാനുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. തഹ്നിയത്തി ജൽസ साजन IAS की कामयाबी पर 5 फरवरी 2018 ईस्वी में 5 बजे लाइब्रेरी हार एर्नाकुलम सदारत कुमारन मास्टर सदर पंचायत इफ्तिताह अहमद जमाल MLA. तहनियती खुतबा रमा देवी वार्ड मेंबर. इजहार तशक्कुर जोसफ. तमाम अहबाब से ജൽസെ മേ ഷിർക്കത്ത് കി ദർഖാസ്ത് ഹെ. ഈ പോസ്റ്റർ വായിച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. അതിന് ഉത്തരം പോസ്റ്റർ നോക്കി രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. യേ കിസ് പ്രോഗ്രാം കാ പോസ്റ്റർ ഹെ? യേ തഹനിയത്തി ജൽസ കാ പോസ്റ്റർ ഹെ. പ്രോഗ്രാം കബ് മുനഖദ് കർത്താ ഹെ? യേ പ്രോഗ്രാം 5 फरवरी 2018 ईस्वी को मुनाकिद करता है. प्रोग्राम की सदारत कौन करता है? प्रोग्राम की सदारत कुमारन मास्टर करते हैं. प्रोग्राम का इफ्तिताह कौन करता है? प्रोग्राम का इफ्तिताह अहमद जमाल MLA करते हैं. ये प्रोग्राम क्यों मुनक़द करता है? ये प्रोग्राम साजन IAS की कामयाबी पर मुनक़िद करता है. ഈ ചോദ്യം മറ്റൊരു തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പോസ്റ്റർ गौर से पढ़िए, उस प्रोग्राम के लिए एक अखबारी रिपोर्ट तैयार कीजिए. പോസ്റ്റർ വായിച്ച് ആ പ്രോഗ്രാമിന് അനുബന്ധമായ ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അടുത്ത പാഠം മൊഡ്യൂള് കാബൂളിവാലയാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ വളരെ പ്രശസ്തമായ കഥയാണ് കാബൂളിവാല. ഉദാത്തമായ മാനവികതയും സ്നേഹവും പ്രതിഫലിക്കുന്ന കാബൂളിവാല ടാഗോറിന്റെ രചനകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിൽ കച്ചവടത്തിനെത്തുന്ന കാബൂൾക്കാരനായ കാബൂളിവാല എന്നറിയപ്പെടുന്ന റഹ്മത്തും മുന്നി എന്ന കൊച്ചു ബാലികയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് കാബൂളിവാല. ഈ പാഠത്തിൽ നിന്നും ഏതെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് കേൾക്കാം. കഹാനി കാബൂളിവാല കിസ്നെ ലിഖ? കാബൂളിവാല രവീന്ദ്രനാഥ് ടാഗോർ की कहानी है. रहमत किस कहानी का किरदार है? रहमत कहानी काबूलीवाला का किरदार है. मुन्नी और रहमत की उम्र में जमीन आसमान का फर्क है. बच्चों, जमीन आसमान का फर्क से क्या मुराद है? ഇവിടെ ജമീൻ ആസ്മാൻ കാ ഫറക്ക് എന്ന് പറയുന്നത് ഭാഷയിലെ ഒരു പ്രയോഗമാണ്, മൊഹാവറയാണ്. ഇസ്കാ മുറാദ് ക്യാ ഹെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ജമീൻ ആസ്മാൻ കാ ഫറക്ക് സെ മുറാദ് ഹെ ബഹുത് ബഡ ഫറക്ക്, വലിയ വ്യത്യാസമുണ്ട്. ജമീൻ ആസ്മാൻ കാ ഫറക്ക് ബഹുത് ബഡ ഫറക്ക് ഹെ. ഈ പാഠത്തിൽ നിന്നും മറ്റൊരു ചോദ്യമാണ് കഥയിലെ കഥാപാത്രങ്ങളുടെ പേര് എഴുതാനും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് വിവരിക്കാനും. അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. കാബൂളിവാല രവീന്ദ്രനാഥ് ടാഗോർ की मशहूर कहानी है. ए ചോദ്യം, इस कहानी के 2 किरदारों के नाम लिखिए. बी ചോദ്യം,
आपका पसंदीदा किरदार के बारे में നോട്ട് लिखिए. ये ചോദ്യത്തിന്റെ ഉത്തരം റഹ്മത്ത് और മുന്നി കഹാനി കാബൂളി വാലയ്ക്ക് കിർദാർ ഹേ. ബി ചോദ്യം ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് നോട്ട് എഴുതാനുള്ളതാണ്. അതിൻ്റെ ഒരു മാതൃക നമുക്ക് നോക്കാം. റഹ്മത്ത് കാബൂളി വാല കഹാനി കാ അഹം കിർദാർ ഹേ. वो काबुल से हिंदुस्तान आया है. मुन्नी और रहमत के दरमियान बड़ी दोस्ती थी. वो मुन्नी को बहुत प्यार करता है. मुन्नी और रहमत की उम्र में ज़मीन आसमान का फ़र्क है. मुन्नी के शादी के बाद रहमत काबुल वापस गया. मुझे रहमत को बहुत पसंद है. അതേപോലെ തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും മറ്റൊരു സാധ്യതാ ചോദ്യമാണ് കത്ത് തയ്യാറാക്കുക എന്നുള്ളത്. ഒരു ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാബൂളി വാല अपना गांव काबुल वापस गया. घर पहुंचकर मुन्नी की याद आई. वो मुन्नी के नाम पर एक खत लिखना चाहता है. बच्चों, मुन्नी के नाम पर काबुली वाला का खत तैयार कीजिए. കാബൂളി വാല കാബൂൾ തിരിച്ചെത്തിയപ്പോൾ മുന്നിയുടെ ഓർമ്മ വരികയാണ്. ആ സമയത്ത് മുന്നിയുടെ പേരിൽ എഴുതുന്ന ഒരു കത്ത് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണ് ഇത്. അത്തരമൊരു കത്തിന്റെ മാതൃക നമുക്ക് കേൾക്കാം. काबुल 5 फरवरी 2020. मेरी प्यारी मुन्नी, आदाब व तस्लीमात. तुम कैसे हो बेटी? मैं ठीक हूँ. मैं काबुल पहुँच गया. तुम्हारी बहुत याद आई, इसलिए खत लिखता हूँ. तुम्हारे घर वाले खैरियत से है ना? मेरी बेटी तुमसे मिलना चाहती है. घर वालों से मेरा सलाम कहना. अगले महीने हिंदुस्तान आऊँगा. फिर मिलेंगे. प्यार से काबुली वाला. അതേപോലെ തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മറ്റൊരു സംഭാഷണത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാബൂളി വാല काबुल वापस गया. अब्बाजान को देखकर उसकी बेटी दौड़ कर आई. पूछने लगी, बेटी, अब्बाजान आप कहाँ गए थे? बच्चों, കാബൂളി വാല और बेटी की गुफ्तगू तैयार कीजिए. കാബൂളിലെത്തിയ കാബൂളി വാല മകളുമായി നടത്തുന്ന ഒരു സംഭാഷണമാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. ഇതിൽ നിന്ന് വരാവുന്ന മറ്റൊരു ചോദ്യം ഒരു പാരഗ്രാഫ് നൽകുകയും അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഇത്തരം ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇബാറത്ത് और से पढ़िए और इशारों की मदद से 4 सवालात तैयार कीजिए. ഇവിടെ നൽകിയിട്ടുള്ള പാരഗ്രാഫ് रवींद्रनाथ टैगोर बंगाली जबान के मशहूर शायर, अफसाना निगार, नावल निगार, मुकालमा निगार है. वो 7 मई 1861 ईस्वी में कलकत्ता में पैदा हुए. 1913 ईस्वी में अदब के सिलसिले में नोबेल प्राइज मिला. हिंदुस्तान का कौमी तराना जनगण मन उनका शायरी मजमुआ गीतांजलि से लिया है. 7 अगस्त 1941 ईस्वी में उनका इंतकाल हुआ. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ സൂചനകൾ തന്നിട്ടുണ്ടാവും. ചോദ്യവാചകങ്ങൾ സൂചനയായിട്ട് നൽകിയിട്ടുണ്ടാവും. ഇഷാരെ, ക്യാ, കോൻ, കബ്, കഹ. അതേപോലെ തന്നെ ഈ ഒരു പാഠത്തിൽ നിന്ന് സവാനിഹി നോട്ട് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ചോദ്യം ഈ രീതിയിലാണ്. ഇഷാറോं की मदद से रवींद्रनाथ टैगोर के बारे में एक सवानिही നോട്ട് तैयार कीजिए. സൂചനകൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് സൂചനകൾ തന്നിട്ടുണ്ടാവും. നാം രവീന്ദ്രനാഥ് ടാഗോർ, पैदाइश 7 1961 ईस्वी को कलकत्ता में. शहरत शायर, अफसाना निगार, नावल निगार, मुकालिमा निगार. अवार्ड 1913 ईस्वी को पद्मश्री. इंतकाल 7 अगस्त 1941 ईस्वी में. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. നമ്മുടെ അടുത്ത മൊഡ്യൂള് ഗരീബോം കാ മസിഹ,
മദർ തെരേസയെക്കുറിച്ച് നിദാ ഫാസിലി രചിച്ച കവിതയാണ് ഗരീബോം കാ മസീഹ. മദർ തെരേസ പാവങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ഗരീബോം കാ മസീഹ, പാവങ്ങളുടെ മഷീഹ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു. ലോകത്തിലെ വിവിധയിടങ്ങളിലെ അശരണരുടെയും രോഗികളുടെയും അനാഥരുടെയും ആശ്രയമായിരുന്നു മദർ തെരേസ. मदर तेरेसा गरीबों का मसीहा है। वो हर वक्त गरीबों और लाचारों के लिए खिदमत करती हैं। वो बीमारों के लिए खुदा से दुआ करती हैं, माम की तरह खिदमत करती है, हर तबके के लोगों के लिए मदद करती है। उनकी जिंदगी दूसरों की भलाई के लिए वक्फ कर दी है। उनको നോബൽ ഇനാം ബി മിലി ഹെ. ഈ പാഠഭാഗത്തിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗരീബോം കാ മസീഹ നസം കാ ഷായർ കോൻ ഹെ? गरीबों का मसीहा नज़म का शायर निदा फाजली है. गरीबों का मसीहा नज़म में किसके बारे में बयान करते हैं? गरीबों का मसीहा नज़म में मदर तेरेसा के बारे में बयान करते हैं. ഈരടികൾ നൽകി അതിന്റെ ആശയം എഴുതാനുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഉദാഹരണമായി, ഹർ ധൂപ് മേ ഛാവോം സി, हर सिर पर दुआओं सी, रोती हुई आंखों की भाषा को जो पढ़ती दी. इन अशार में शायर मदर तेरेसा के बारे में बयान करते हैं. बच्चों, इस शेर का मफहूम अपने अल्फाज में लिखिए. കവിതയുടെ ആശയം എഴുതാനുള്ള ചോദ്യം. എല്ലാ കവിതകളിൽ നിന്നും ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതേ ഈരടികൾ തന്നെ മറ്റൊരു തരത്തിലും ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. അത് ഈരടികൾ നൽകി अशार में मदर तेरेसा के बारे में बयान करते हैं. मदर तेरेसा के बारे में आप क्या जानते हैं? एक नोट तैयार कीजिए. ഇവിടെ കവിതയുടെ വെളിച്ചത്തിൽ മദർ തെരേസയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. इशारों की मदद से निदा फाजिली के बारे में एक सिवाने ही നോട്ട് തയ്യാർ കീജിയെ. നിദാ ഫാസിലിയെക്കുറിച്ചുള്ള പ്രൊഫൈൽ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യവും വരാൻ സാധ്യതയുണ്ട്. പ്രൊഫൈലിനെ കുറിച്ച് കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. ഓരോ മൊഡ്യൂളുകളിൽ നിന്നും പൊതുവായി ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉദാഹരണമായിട്ട് ഖാന അലിഫ് കോ ഖാന ബേസെ മിലായി, ചേരുംപടി ചേർക്കാൻ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അലിഫ് കോളത്തിൽ, അതായത് എ കോളത്തിൽ ഓരോ മൊഡ്യൂളുകളുടെയും പേര് നൽകിയിട്ടുണ്ടാകും. ബി കോളത്തിൽ ആ മൊഡ്യൂളുകളുടെ രചയിതാക്കളുടെ, കവിമാരുടെയോ കഥാകൃത്തുക്കളുടെയോ പേര് നൽകിയിട്ടുണ്ടാവും. അനുയോജ്യമായത് യോജിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഉദാഹരണമായിട്ട് അലിഫ് കോളത്തിൽ സത്താത്തി ഹെ മുഫ്ലിസി, കാബൂളിവാല, ഗരീബോം ക മസീഹ. ബേ കോളത്തിൽ രബീന്ദ്രനാഥ് ടാഗോർ, നിദാ ഫാസിലി, നസീർ അക്ബറാബാദി. അപ്പോൾ അനുയോജ്യമായ രചയിതാക്കളുടെ പേര് തമ്മിൽ യോജിപ്പിച്ച് എഴുതാനുള്ള ചോദ്യമാണിത്. വ്യവഹാര രൂപങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യവഹാര രൂപങ്ങൾ എന്ന് പറയുമ്പോൾ കഹാനി, നസ്മ്, ആപ്പ് ബീത്തി, ഡ്രാമ തുടങ്ങിയുള്ള വ്യവഹാര രൂപങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന, അത് പരിശോധിക്കുന്ന ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. മുനാസിബ് ലഫ്സ് ചുൻകർ ഖാന പൂരാ കീജിയെ. ബ്രാക്കറ്റിൽ കഹാനി, നസ്മ്, ആപ്പ് ബീത്തി എന്ന് നൽകിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോളത്തിൽ സത്താത്തി ഹെ മുഫ്ലിസി, മെഹനത്ത് രംഗിലായി, കാബൂളിവാല. തൊട്ടടുത്ത കോളം അവിടെ ബ്ലാങ്ക് ആയിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഈ സത്താത്തി ഹെ മുഫ്ലിസി എന്നുള്ളത് കഹാനിയാണോ, നസ്മാണോ, ആപ്പ് ബീത്തിയാണോ? ഇതുപോലെ തന്നെ മെഹനത്ത് രംഗിലായി, കാബൂളിവാല, ഇതൊക്കെ ഏത് വ്യവഹാര രൂപമാണെന്ന് നമ്മളവിടെ എഴുതേണ്ടതാണ്. അടുത്ത ഒരു മൊഡ്യൂള് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാഗസ് കി കഷ്തി. ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടിക്കാലത്തെ ഓർമ്മകൾ വിവരിക്കുന്ന ഒരു മൊഡ്യൂളാണ് കാഗസ് കി കഷ്തി. സുദർശൻ ഫാഖിർ രചിച്ച പ്രശസ്തമായ ഗീതമാണ് കാഗസ് കി കഷ്തി. കുട്ടിക്കാലത്തെ ഓർമ്മകൾ വളരെ മനോഹരമായി കവി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തന്റെ
എല്ലാ സൗഭാഗ്യങ്ങളും തിരിച്ചു കൊടുത്തിട്ടാണെങ്കിലും കുട്ടിക്കാലം തിരിച്ചു കിട്ടിയെങ്കിലെന്ന് കവി ആശിക്കുന്നു. बचपन का जमाना. बचपन का जमाना खुशी का जमाना है. ये खेल का जमाना है. बच्चे बारिश में कागज की कश्ती से खेलते हैं. बचपन में नानी लंबी लंबी कहानियां सुनाती है. ये जमाना कभी भूल नहीं सकता. बचपन में चिड़िया और तितली पकड़ते हैं, झूला झूलते हैं, तरह तरह के खेल खेलते हैं. बचपन में कोई गम नहीं. ये बड़ी खूबसूरत जमाना है. ഈ പാഠഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. കാഗസ് കി കശ്തി ഗീത് കാ ഷായർ കോൻ ഹെ? कागज की कश्ती गीत का शायर सुदर्शन फाखिर है. इस गीत का मौजू क्या है? कागज की कश्ती गीत का मौजू बचपन है. മൗസു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷയം. കാഗസ് കി കശ്തി ക മൗസു ക്യാ ഹെ? കുട്ടിക്കാലമാണ് ഈ കവിതയിലെ വിഷയം. നമ്മൾ മുൻ കവിതകളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ ഈരടികൾ നൽകി ആശയം എഴുതാനുള്ള ചോദ്യങ്ങൾ വരാം. അഷ്അർ ഗൗർ സെ പഠിയെ और सवालों के जवाब लिखिए. खड़ी धूप में अपने घर से निकलना, वो चिड़िया व बुलबुल व तितली पकड़ना, वो गुड़िया की शादी में लड़ना झगड़ना, वो झूलों से गिरना, वो गिर के संभलना. यह ചോദ്യം. बच्चों, इन अशअर में किस जमाने के बारे में बयान करते हैं? उत्तरम बचपन का जमाना. बी. अशअर का मफहूम अपने अल्फाज में लिखिए. കവിതയുടെ വെളിച്ചത്തിൽ കുട്ടിക്കാലത്തെ ഓർമ്മകളിലൂടെ കടന്നുപോയി അതിന്റെ ഗദ്യരൂപം തയ്യാറാക്കി വിവരിക്കുകയാണ് വേണ്ടത്. ഇതേപോലെ തന്നെ ഈ ചോദ്യം മറ്റൊരു തരത്തിലും വരാൻ സാധ്യതയുണ്ട്. ഈരടികൾ നൽകി ചോദ്യം ചോദിക്കാം. ഉൻ അഷാർ കാ ഷായർ കോൻ ഹെ? इन अशअर में बचपन के बारे में बयान करते हैं. बच्चों, बचपन के बारे में एक നോട്ട് लिखिए. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു നോട്ട് തയ്യാറാക്കാനുള്ള ചോദ്യം. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് തരത്തിൽ വരാനുള്ള ഒരു ചോദ്യമാണ് 3 കവിതകളിലുള്ള പ്രധാന വരികൾ നൽകി ഏത് കവിതയിൽ നിന്നുള്ള വരികളാണ് എന്ന് തിരഞ്ഞെടുത്താൻ. ഉദാഹരണം, ബച്പൻ കാഗസ് കി കശ്തി എന്ന കവിതയിലെ വരി നൽകിയിട്ട് മറ്റു കവിത വരികളും കൂടി കൂട്ടത്തിൽ നൽകി കാഗസ് കി കശ്തി ബച്പൻ കെ ബാരെ മേ ലിഖാ ഹുവ ഷേർ ചിൻകർ ലിഖി ഹേ. അങ്ങനെയുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതോടുകൂടി ഈ ഒരു മൊഡ്യൂളിലെ പാഠഭാഗങ്ങൾ, ചോദ്യ മാതൃകകൾ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു മൊഡ്യൂളിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. യാദ് ആ രഹി ഹെ. 20 വർഷങ്ങൾക്ക് ശേഷം മകനോടൊപ്പം സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ജഫർ അലിയുടെ ഓർമ്മക്കുറിപ്പാണ് യാദ് ആ രഹി ഹെ. ഇതിൽ തന്റെ ഗ്രാമത്തിന്റെ മനോഹാരിത അദ്ദേഹം വിവരിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുകയും മലിനപ്പെടുത്തുകയും ചെയ്യുന്നതിൽ അദ്ദേഹം ആകുലപ്പെടുന്നു. ഈ പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 20 साल के बाद जफर अली गांव लौटा. जफर अली के गांव में क्या क्या तब्दीलियां आई है? 20 വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെത്തിയ ജഫർ അലി ആ ഗ്രാമത്തിൽ കാണുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യത്തിലൂടെ ഉന്നയിക്കുന്നത്. मिट्टी के कच्चे रास्ते अब पक्की सड़कों में बदल गए हैं. छोटी छोटी दुकानों की जगह आलीशान इमारतें हैं. हर जगह भीड़ भाड़, सड़कों के दोनों तरफ कूड़े करकट की अंबार से आलूदगी फैली हुई थी. അതേപോലെ തന്നെ ഇതിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ് ആജ്കൽ ഫിത്രത്ത് കോ ബർബാദ് കർ രഹേ ഹെ. ഫിത്രത്ത് ബിഗാഡ്നെ സെ ക്യാ ക്യാ മുഷ്കിലാത്ത് ഹോത്തേ ഹെ? പ്രകൃതി നശിപ്പിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? ഫിത്രത്ത് ബിഗാഡ്നെ സെ മൗസം की तब्दीलियां होती है. बारिश की कमी होती है. साफ हवा की कमी होती है. सैलाब, कहत, जमीन की कसक,
जैसी कुदरती आफात होती हैं. नदी नालों का पानी गंदा होता है. ഗ്രാമത്തെക്കുറിച്ച് വിവരിക്കാനുള്ള മറ്റൊരു ചോദ്യവും ഇതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. जफर अली के गाँवों के मंजर बहुत खूबसूरत थी. आप अपने गाँव के बारे में एक मंजर कशी तैयार कीजिए. നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഗ്രാമം അല്ലെങ്കിൽ നമ്മുടെ പട്ടണത്തെക്കുറിച്ച് വിവരിക്കാം. യെ मेरा गाँव है. आसमान को छूने वाले ऊंचे ऊंचे पहाड़, लहलहाते हुए हरे भरे खेत, बल खाते हुए नदी नाले, छोटे छोटे खूबसूरत घर, साफ बांधे खड़े नारियल के पेड़. मैदान में खेलने वाले बच्चे. मेरा गांव बहुत खूबसूरत है. അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു ചോദ്യം. आजकल इंसान हमारे फितरत को बर्बाद कर रहे हैं. हमारी फितरत की हिफाजत के लिए हम क्या कर सकते हैं? एक नोट लिखिए. പ്രകൃതി നശിപ്പിക്കുന്നതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അതേക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. हमारी फितरत की हिफाजत के लिए हम बहुत कुछ कर सकते हैं. हमारी नदी नालों की हिफाजत करना है. नदी नालों में कूड़े कचड़े डालने से नदी नाले गंदा हो रहे हैं. पेड़ पौधा लगाने से हमारी फितरत की हिफाजत कर सकते हैं. पेड़ काटने से फितरत बर्बाद हो रही है. पहाड़ तोड़ने से जमीन की कसक जैसी कुदरती आफत होती है. അതേപോലെ തന്നെ ഇതിൽ സംഭാഷണത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം ചോദ്യം ഏത് രീതിയിലാണെന്ന്. गाँव की बदली हुई सूरत देखकर जफर अली मायूस होकर घर पहुंचा. उसकी बीवी ने पूछा कि आप क्यों इतनी मायूस हैं? बच्चों, जफर अली और बीवी की गुफ्तगू तैयार कीजिए. സഫർ അലിയുടെയും ബീവിയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. അടുത്ത ഒരു മൊഡ്യൂള് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗജരി കെ സായമ്യം എന്ന പാഠഭാഗമാണ്. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ അമൃതാദേവിയോടും അവരോടൊപ്പം ധീരമായി ചെറുത്തുനിന്ന് വിജയം വരിച്ച വനിതകളുടെയും കഥയാണ് ഖജരി കെ സായമ്യം. ये अमृता देवी की कहानी है. जोधपुर के राजा की सिपाही गजरी के पेड़ काटने के लिए गजरी गांव आए. अमृता देवी ने सिपाहियों को रोका. सिपाही लोगों ने उसे तलवार का निशाना बनाया. ये खबर सुनकर उसकी लड़कियां आई. उनको भी कत्ल कर डाला. पेड़ बचाने के लिए गांवों के तमाम लड़कियां और औरतें आई. वो सब पेड़ बचाने के लिए अपनी जान कुर्बान करने के लिए तैयार हो गए. ये देखकर सिपाही लोग भाग निकले. ഈ കഥയിലെ കഥാപാത്രങ്ങളെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിലെ കഥാപാത്രങ്ങൾ ഏതെന്ന് നമുക്ക് നോക്കാം. अमृता देवी, जोधपुर का राजा, सिपाही, गाँवों की औरतें, अमृता देवी की लड़कियां. ഇതേപോലെ തന്നെ ഇതിൽ വരാൻ സാധ്യതയുള്ള കൂടുതൽ ചോദിക്കാനുള്ള ഒരു ചോദ്യം. कहानी गजरी के साये में कहानी के किरदारों के नाम लिखिए. पसंदीदा किरदार पर नोट तैयार कीजिए. इस कहानी के किरदार अमृता देवी, जोधपुर का राजा, सिपाही, गांवों की औरतें, अमृता देवी की लड़कियां हैं. इस कहानी में मेरा पसंदीदा किरदार अमृता देवी है. जोधपुर के राजा के सिपाही गजरी के पेड़ काटने के लिए गजरी गांव आए. अमृता देवी ने सिपाहियों को रोका. उसने फितरत की हिफाजत के लिए अपनी जान कुर्बान कर दी. उसकी बेटों ने भी फितरत की हिफाजत के लिए जान कुर्बान कर दी. उसकी वजह से गांव की औरतें भी फितरत की हिफाजत के लिए आए. आखिर सिपाही लोग घबराकर दौड़ गए. മറ്റൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിതിൽ. पेड़ लगाना अच्छी बात है. पेड़ लगाने से क्या क्या फायदे हैं? 4 जुमले लिखिए. മരം നടുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? 4 ജുംലെ ലിഖിയെ.
पेड़ फितरत की जान है। पेड़ लगाने से साफ हवा मिलती है। पेड़ों से अच्छे फल मिलते हैं। पेड़ से हमको साया मिलता है। पेड़ की वजह से बारिश मिलती है। അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് സാധ്യത ഈ ഒരു മൊഡ്യൂളിലുള്ളത് 3 കോളങ്ങൾ നൽകിയിട്ടുണ്ടാവും. മൊഡ്യൂളിന്റെ പേര്, രണ്ടാമത്തെ കോളം ബ്ലാങ്ക് ആയിരിക്കും, മൂന്നാമത്തത് അതിലേതെങ്കിലും കഥാപാത്രത്തെ കൊടുത്തിട്ടുണ്ടാവും. ഏത് വ്യവഹാര രൂപമാണെന്ന് തെരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ്. ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. मुनासिब लफ्ज चुनकर खाना पूरा कीजिए. ബ്രാക്കറ്റിൽ നസ്മ്, കഹാനി, ബയാനിയ. താഴെ 3 കോളങ്ങളുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ ഖജരി കെ സായമേ, രണ്ടാമത്തെ കോളം അവിടെ ബ്ലാങ്ക് ആണ്. അവിടെ നമ്മൾ അനുയോജ്യമായ വ്യവഹാരം ചേർക്കേണ്ടതാണ്. മൂന്നാമത്തെ കോളത്തിൽ കഥാപാത്രത്തിന്റെ പേര്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അടുത്ത ഒരു മൊഡ്യൂൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മിട്ടി കി സൂന്ദി ഖുഷ്ബു. ഗോവിന്ദ് എന്ന ഒരു കർഷകന്റെ അതേപോലെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ അഞ്ജലിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്, ഗുഫ്തഗുവാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ കടന്നു പോകുന്നത്. सबक मिट्टी की सूंदी खुशबू एक गुफ्तगू है. इसमें किसान गोविंद और अपनी पोती अंजलि काश्तकारी के बारे में बातें कर रहे हैं. देश की तरक्की में किसानों की बड़ी अहमियत है. किसान और खेती बाड़ी हमारी तहजीब का हिस्सा है. किसान सब के लिए खाने की चीजें बनाती हैं. खेती करना हर इंसान का फर्ज है. ഇതിൽ നിന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. गोविंद कहता है, मैं अभी तंदुरुस्त हूँ. किसानों की तंदुरुस्ती की वजूहात क्या क्या है? ഗോവിന്ദന്റെ ആരോഗ്യത്തിന്റെ കാരണങ്ങളാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. കിസാൻ ലോഗ് ഹർ ദിൻ മെഹനത് കർത്തേ ഹെ. ഹമേശ കാശ്തകാരി കർനെ സെ जिसम सेहतमंद हो जाता है. वो हमेशा कुदरती गज़ाएं खाते हैं, सुकून की जिंदगी गुजारते हैं. उसी वजह से बीमारियां दूर हो जाती हैं. വിവിധ സന്ദർഭങ്ങളിലുള്ള സംഭാഷണം തയ്യാറാക്കാനുള്ള ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ഉദാഹരണത്തിന്, अंजलि अब्बा के साथ कलकत्ता से गांव आई. वो सीधे दादा जान की खेत गई. पोती अंजलि को देखकर दादा जान बहुत खुश हुए और पूछने लगी, अंजलि बेटी तुम कब आई? दादा जान और अंजलि की गुफ्तगू आगे बढ़ाइए. കൃഷിയുടെയും കർഷകരെയും പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം നമുക്കിതിൽ പ്രതീക്ഷിക്കാം. ദേശ് കി തർക്കി മേ किसान और खेती बाड़ी की अहमियत के बारे में നോട്ട് ലിഖിയേ. അതുപോലെ തന്നെ കർഷകനുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കാനുള്ള ചോദ്യവും ഉണ്ടാവാം. गोविंद एक मेहनती किसान है. आप उनसे मिलने का मौका मिले तो क्या क्या सवालात करेंगे? 4 सवालात तैयार कीजिए. ഇനി നമുക്ക് അടുത്ത ഒരു മൊഡ്യൂളിലേക്ക് കടക്കാം. സവാസർ ഗേഹൂം. മുൻഷി പ്രേംചന്ദിന്റെ ഒരു പ്രസിദ്ധമായ കഥയാണ് സവാസേർ ഗേഹൂം. ഈ സവാസേർ ഗേഹൂം എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. सवासेर गेहूं मुंशी प्रेमचंद की एक मशहूर अफसाना है. इस अफसाना देहाती किसानों के मुश्किलात और मुसीबतें समझाते हैं. प्रेमचंद ने कहानी के जरिए किसानों पर होने वाली नाइंसाफी और जमींदारी निजाम के खिलाफ आवाज उठाती है. ഈ മൊഡ്യൂളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചില ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. സവാസേർ ഗേഹൂം കിസ്കി ലിഖി ഹുയി കഹാനി ഹെ. सवासेर गेहूं मुंशी प्रेमचंद की कहानी है. सवासर गेहूं के अहम किरदार कौन कौन है? शंकर, महात्मा, पुरोहित इस कहानी के अहम किरदार हैं. മറ്റൊരു ചോദ്യം, शंकर एक गरीब किसान है. उसने कई मसाइल से गुजारते हैं. मौजूदा हालत में किसानों के मसाइल क्या क्या हैं? एक നോട്ട് ലിഖിയേ. കർഷകരുടെ പ്രയാസങ്ങൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന
ചില സൂചനകൾ പറയുന്നു. ബാരിഷ് കി കമി, मौसम की तब्दीली, अच्छी बीजों की कमी फजलों की कम दाम और नए नए कानून, मुख्तलिफ आफात से होने वाली काश्तकारी की बर्बादी. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തയ്യാറാക്കുന്ന കുറിപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സവാസേർ ഗേഹൂം കെ അഹം കിർദാർ കോൻ കോൻ ഹെ, പസന്ദീദ ഏക് കിർദാർ കെ ബാരെ മേ 4 ജുംലെ ലിഖിയേ. കഥാകൃത്തുക്കളുടെ പേര് തെരഞ്ഞെടുത്തെഴുതാനുള്ള ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. നീച്ചെ ചന്ദ് അദീബോം കെ നാം ദിയെ ഹെ, ഉൻമേ സെ കഹാനികാരോം കെ നാം ലിഖിയേ. തന്നിട്ടുള്ളത് പ്രേംചന്ദ്, ഇഖ്ബാൽ, നസീർ അക്ബറാബാദി, അലി അബ്ബാസ് ഹുസൈനി. ഇതിൽ കഥാകൃത്തുക്കളുടെ പേര് തെരഞ്ഞെടുത്തെഴുതുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ കവികളുടെ പേര് തെരഞ്ഞെടുത്തെഴുതാനും നൽകാവുന്നതാണ്. മറ്റൊരു സാധ്യതാ ചോദ്യം ഇഷാറോം കി മദദ് സെ മുൻഷി പ്രേംചന്ദ് കെ ബാരെ മേ എക് സവാനിഹി നോട്ട് തയ്യാർ കീജിയെ. ചില സൂചനകൾ നൽകിയിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് പ്രേംചന്ദിനെ കുറിച്ച് പ്രൊഫൈൽ തയ്യാറാക്കുകയാണ് ഇവിടെ വേണ്ടത്. ഈ യൂണിറ്റിലെ അവസാനത്തെ മൊഡ്യൂൾ ന ധൂപ്പ് സെ പരേശാൻ, ഗ്രാമീണ കർഷകരുടെ ജീവിത രീതികളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ലേഖനമാണ് ന ധൂപ്പ് സെ പരേശാൻ. അബ്ദുൽ അലീം ഷറർ പട്ടണനിവാസികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ ലേഖനം തയ്യാറാക്കിയിട്ടുള്ളത്. सबक न धूप से परेशान एक मजमून है, ये अब्दुल अलीम शरर ने लिखा है. उसमें किसानों की मेहनत के बारे में बयान करते हैं. किसानों की मेहनत से दुनिया चलती है. मेहनत किसान लोगों को न थकाते हैं, वो धूप से परेशान नहीं होते हैं. बाहमी हमदर्दी किसानों का हथियार है. किसान लोग सारी दुनिया के लिए मेहनत करते हैं. देश की तरक्की में किसानों की बड़ी अहमियत है, वो सारी दुनिया के लिए मेहनत करते हैं. किसानों की मेहनत और मुल्क में उनकी अहमियत पर एक नोट लिखिए. ഈ പാഠത്തിൽ നിന്നും മറ്റു ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്: 1. അബ്ദുൽ അലീം ഷറർ കെ മസ്മൂൻ കാ നാം ചുൻകർ ലിഖിയേ. ബ്രാക്കറ്റിൽ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. സവാസേർ ഗേഹൂം, ഗജരി കെ സായേ മേം, ന ധൂപ് സെ പരേശാൻ. ഗ്രാമജീവിതവും പട്ടണ ജീവിതവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യവും മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളതാണ്. शहर तरक्की का एक निशान है. गांव वाले इत्मीनान और इत्तिफाक की जिंदगी गुजारते हैं. शहर और गांव की जिंदगी का तज्जिया करके एक नोट लिखिए. മറ്റൊരു ചോദ്യം: नीचे चंद अदीबों के नाम दिए हैं, उनमें मजमून निगारों के नाम चुनकर लिखिए. ബ്രാക്കറ്റിൽ പ്രേംചന്ദ്, അബ്ദുൽ അലീം ഷറർ, ഇക്ബാൽ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ നിന്നും ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ SSLC പരീക്ഷയിൽ ഒരു വ്യത്യസ്തത എന്നുള്ളത് 40 സ്കോറിനുള്ള ചോദ്യപേപ്പറാണ് സാധാരണ ഉണ്ടാവുക. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ 80 സ്കോറിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട 40 സ്കോറാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. കൂൾ ഓഫ് സമയം കൃത്യമായി വിനിയോഗിച്ച് ഇഷ്ടപ്പെട്ട 40 സ്കോറിന്റെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. എല്ലാ പാഠഭാഗങ്ങളും കുട്ടികൾ നന്നായി പഠിക്കുകയും ഒപ്പം തന്നെ ഫോക്കസ് ഏരിയയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുകയും ചെയ്യേണ്ടതാണ്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സബ്കോ ശുക്രിയ. ഖുദാ ഹാഫിസ്. ശുക്രിയ. ഖുദാ ഹാഫിസ്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.